പലപ്പോഴും നമ്മുടെ അമ്മമാർ രാത്രി ഉറങ്ങുമ്പോഴും കിടന്നും ഒക്കെ കുഞ്ഞിനെ പാലൂട്ടാറുണ്ട്. ഇരുന്നു കൊണ്ടാണ് ഏറ്റവും നല്ലത് പാലൂട്ടാനായിട്ട്. കുഞ്ഞിനെ ഇരുന്നു കൊണ്ട് പാലൂട്ടണം. പാല് കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്ത് കിടത്തി ചെറുതായിട്ട് തട്ടിക്കൊടുക്കണം ഗ്യാസ് പോകാനായിട്ട്. ഇനി അങ്ങനെ പാല് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ചരിച്ച് കിടത്തുന്നതാണ് നല്ലത്. കാരണം തികട്ടി വരുന്ന ആ പാല് സൈഡിലേക്ക് ഒഴുകിപ്പൊയ്ക്കോളും. ഇങ്ങനെ തുടങ്ങി നമ്മളൊരു പുതിയ അമ്മ നമ്മുടെ ആശുപത്രിയിലാണ് ജനിക്കുക. പലപ്പോഴും കുഞ്ഞ് ജനിക്കുന്ന പോലെ അമ്മ ജനിക്കുന്ന നമ്മുടെ ആശുപത്രിയിലാണല്ലോ. ആ അമ്മയെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ആ ഫാമിലി മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. വളരെ ഹൈ സ്റ്റാൻഡേർഡ് പുലർത്തിയല്ല, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത് മാത്രമല്ല, ന്യൂട്രീഷൻ ബാലൻസിങ് എങ്ങനെയാ അമ്മ കണ്ടിന്യൂ ചെയ്യേണ്ടത്, കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, ഇമ്മ്യൂണൈസേഷൻസ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഏത് മൊഡാലിറ്റിയിലാണെങ്കിലും അലോപ്പതിയിലോ ആയുർവേദത്തിലോ എവിടെയാണെങ്കിലും അതിൻ്റേത രീതികൾ. ഇന്ന് പല സംവിധാനങ്ങൾ നമുക്കതിന് കൃത്യമായിട്ടുണ്ട്. ഗ്രേപ്സിൽ അത് ഓട്ടോമേറ്റഡ് ആണ്. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവും. അത് ഫോളോ അപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേപ്സിൽ നിന്ന് അവർക്ക് മെസ്സേജുകൾ പോകുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ മെസ്സേജ് കിട്ടുന്നുണ്ട് വിളിച്ചറിയിക്കാനായിട്ട്. 24 മണിക്കൂർ മുമ്പ് അവരെ വിളിച്ചറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും സേഫ് പേരൻറ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാവണം. നമ്മുടെ ഹോസ്പിറ്റലിൽ കെയർ ഓഫ് പേഷ്യൻസ് 11ാമത്തെ ചാപ്റ്ററിൻ്റെ ജി എന്ന് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ദ ചൈൽഡ്സ് ഫാമിലി മെമ്പേഴ്സ് ആർ എഡ്യൂക്കേറ്റഡ് about nutrition, immunization and safe parenting.